പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോൾ ഈ മനുഷ്യൻ കറക്റ്റ് പതുക്കെ വന്ന് ദൈവരാജ്യത്തിൽ ലാൻഡ് ചെയ്യുകയാണ്. ഇപ്പം ദൈവരാജ്യം എന്താണെന്ന് മനസ്സിലായില്ലേ? ഒരു മനുഷ്യൻ്റെ സ്വാഭാവികമായ ജീവിത സംഘർഷങ്ങളിലൂടെ സുവിശേഷവിഹിതമായ സാക്ഷ്യജീവിതം നയിച്ചു കഴിയുമ്പോൾ നമ്മൾ ദൈവരാജ്യത്തിലാകുകയും. അപ്പോൾ ദൈവരാജ്യത്തിലുള്ള ആൾക്കാരുടെ സന്തുഷ്ടി എന്താണ്? വസ്തുവിലല്ല, വിഷയങ്ങളിലല്ല, കിട്ടിയ നേട്ടങ്ങളിലല്ല, വന്ന കോട്ടങ്ങളിലുമല്ല. പിന്നെ എന്താണ് സംഭവം? ക്രിസ്തു എന്ന വ്യക്തിയിലാണ്. കാരണം ക്രിസ്തു തന്നെയാണ് ദൈവരാജ്യം എന്ന് പറയണത്. ഈ ക്രിസ്തുവിൻ്റെ വ്യക്തിയുടെ അവൻ പറയണത് പോലെ നമ്മൾ ജീവിക്കുകയല്ലേ ഉടമ്പടിയുടെ ഉദ്ദേശം. അവൻ പറയണ പോലെ, ക്രിസ്തു പറയണ പോലെ നമ്മൾ ജീവിച്ച് വരുമ്പോൾ ഒത്തിരിയേറെ പ്രാവശ്യം ക്രിസ്തു മഹത്വപ്പെട്ടുകൊണ്ടിരിക്കും. ഇപ്പം നമ്മുടെ ലക്ഷ്യം എന്താണ്? ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുക ലക്ഷ്യം. ഈ ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തൽ വഴിയാണ് നമ്മളെ കൃപയ്ക്ക് മേൽ കൃപ ഉടമ്പടി ലക്ഷ്യം വെക്കുന്നതാണ്. അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം. യോഹന്നാൻ 1:16 എടുത്ത് ശ്രുതികട ഹല്ലേലൂയ. യോഹന്നാൻ 1:16 അവന്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. ഇതാണ് ഉടമ്പടി ഉന്നം വെക്കുന്നത്. എന്താണ് ഈ ഗ്രേസ് അപ്പോൺ ഗ്രേസ്? ഗ്രേസ് നമുക്ക് സാധ്യമാണ്. നമ്മുടെ സക്രമൻ്റൽ ലൈഫിൽ ഗ്രേസ് ഉണ്ട്. കാണപ്പെടാത്ത ദൈവത്തിൻ്റെ വരപ്രസാദം നമുക്ക് ലഭിക്കാൻ ഈശോ സ്ഥാപിച്ച് കാണപ്പെടുന്ന അടയാളങ്ങൾ കൂദാശകളാണ്. നമുക്ക് കുറേ കൂദാശകളുണ്ട്. ജ്ഞാനസ്ഥാനമുണ്ട്, സ്ഥൈര്യലേപനമുണ്ട്, വിശുദ്ധ കുർബാനയുണ്ട്, പിന്നെന്താണ് തിരുപ്പട്ടമുണ്ട്, വിശുദ്ധ വിവാഹമുണ്ട്, രോഗീലേപനമുണ്ട്. ഇതെല്ലാം കൂദാശകളാണ്. അതാത് കാലത്തിൻ്റെ അവസ്ഥകൾക്കും പ്രായത്തിൻ്റെ അവസ്ഥകൾക്കും ദൗത്യത്തിൻ്റെ അഡ്രസ്തകൾക്കും ജീവിതത്തിൻ്റെ അവസ്ഥകൾക്കും അനപേക്ഷിതമായി ദൈവത്തിൻ്റെ ശക്തി ആർജിക്കുന്നതിന് വേണ്ടി കത്തോലിക്ക സഭയിലുള്ള പാരമ്പര്യമായ അപ്പോസ്തലികമായ സുവിശേഷ പരിചരണമാണ് കൂദാശകളുടെ സാക്രമെൻ്റൽ ഫോർമേഷൻ. അപ്പം അങ്ങനെ വരുമ്പോൾ പക്ഷേ ഈ സാക്രമെൻ്റൽ ഫോർമേഷൻ ജീവിക്കുമ്പോഴും ഒരു വ്യക്തിക്ക് അതാത് ദിവസങ്ങൾ അന്നന്ന് വേണ്ട ആഹാരം പോലെ പുതിയ ഒരു വ്യക്തി ജീവിച്ചു വരുമ്പോൾ പുതിയ വിഷയങ്ങൾ രൂപപ്പെട്ട് വരും. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഞെരുക്കങ്ങൾ ഉണ്ടാകുമെന്ന് ഈശോ പറഞ്ഞില്ലേ? ഞെരുക്കങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. കാര്യം ഒരു നല്ല ഒരു കാലാവസ്ഥയിൽ കൃപ രൂപപ്പെട്ട് വരാൻ പാടാണ്. ഞെരുക്കങ്ങളിലൂടെയാണ് അവൻ കടന്നു പോയത്, നമ്മളും കടന്നു പോണതും ഞെരുക്കങ്ങളിലൂടെയാണ്. ഇതിന് ജീവിത ആത്മീയ പെസഹ എന്ന് പറയും. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും. ശ്രുതികട ഹല്ലേലൂയ. യോഹന്നാൻ 16:33 നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ്. കണ്ടില്ലേ? മുമ്പ് പറഞ്ഞത് എന്താണ്? നിങ്ങൾ എന്നിൽ സന്തുഷ്ടി കണ്ടെത്തണം. ഇപ്പം എന്താ പറയണത്? നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തണം. എല്ലാത്തിനും ഒരു ആളാ ഉള്ളത്. കണ്ടെത്തേണ്ടതിനാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത്. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും. എങ്കിലും ധൈര്യമായിരിക്കുവിൻ. ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. അപ്പൊ ഈ ഞെരുക്കങ്ങൾ ഉണ്ടാകണ എന്തിനാണ്? നമുക്ക് കീഴടക്കാൻ വേണ്ടിയാണ്. മനസ്സിലായില്ല? അത് ഓർത്തേക്കണം. ഞെരുക്കങ്ങൾ ഉണ്ടാകാൻ അനുഭവിക്കാൻ വേണ്ടിയല്ല. ഒരു ഞെരുക്കങ്ങൾ ഉണ്ടാകുന്നത് കീഴടക്കിയാണ് കൃപയ്ക്ക് മേൽ കൃപ നമ്മൾ ആർജിച്ച് ബലവാന്മാരാകണത്. ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നവരെല്ലാം ബലം പ്രയോഗിക്കുന്നവനെന്ന് പറഞ്ഞില്ലേ? അതാണ് ഈ സംഭവം. ഞെരുക്കങ്ങളെ സുവിശേഷ വിഹിതമായി കീഴടക്കിക്കൊണ്ട് വിശ്വാസം, ദൈവസ്നേഹം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, ആത്മശ്രദ്ധ. ഹല്ലേലൂയ. ഗലാത്യർ 5:22 എന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. ഈ ആത്മാവിൻ്റെ ഫലങ്ങൾ ആർജിക്കുന്നതിന് വേണ്ടി അന്വേഷണമായിട്ടാണ് ഞെരുക്കങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടത്. ഞെരുക്കങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത് ഇതിനല്ലെങ്കിൽ ലോകായിക മനുഷ്യൻ അതിനെ വേറെ രീതി പ്രയോജനപ്പെടുത്തും.
ആത്മാവിൻ്റെ ഫലങ്ങൾ അല്ലെങ്കിൽ ജഡത്തിൻ്റെ ഫലങ്ങളിലേക്ക് പ്രയോജനപ്പെടുത്തുക. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിയുടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. ഗലാത്യ 5:19. ഗലാത്യ 5:19. ജഡത്തിന്റെ വ്യാപാരങ്ങൾ ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. ഈ ഞെരുക്കങ്ങൾ എന്നുള്ള സംഭവമാണ്. ഈ ഞെരുക്കങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ആത്മീയ മനുഷ്യനാണെങ്കിൽ ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, ആത്മസംയമനം എന്ന രീതിയിൽ അതിനെ ഈ പുണ്യങ്ങൾ ആർജിക്കാൻ വേണ്ടി അങ്ങനെ കൃപയ്ക്ക് മേൽകൃപയായിട്ട് വളർന്നുകൊണ്ടിരിക്കും. ഞെരുക്കങ്ങളെ ജഡിക മനുഷ്യനാണ് നീ എങ്കിൽ എന്ത് ചെയ്യും? ജഡത്തിൻ്റെ ഫലങ്ങൾ ഞെരുക്കങ്ങളിലൂടെ ഇതുണ്ടാവും. എന്തൊക്കെ ഉണ്ടാവും? വായിച്ചേ. അവ വ്യഭിചാരം. ഞെരുക്കങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവിക മനുഷ്യ അസ്വസ്ഥമാണെങ്കിൽ, ഇപ്പോൾ ഈ ചില ആൾക്കാരൊക്കെ പറഞ്ഞില്ലേ, ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ കൗൺസിലിംഗ് ഒക്കെ നടത്തുമ്പോൾ ഇപ്പോൾ ഒത്തിരി ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതലായിട്ടുള്ള ഈ സ്വകാര്യ പാപങ്ങളും അതുപോലെ തന്നെ മറ്റ് രീതികളൊക്കെ ചെയ്യുന്ന ആൾക്കാർ. അതെച്ചാൽ നമ്മുടെ മനസ്സിനെ നമ്മൾ അലോസരപ്പെടുത്താതിരിക്കണം. ഞെരുക്കങ്ങൾ വരുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ പാപങ്ങളിലേക്ക് വീഴാൻ പോകണമെന്നൊക്കെ എന്തൊക്കെയാണ് അത്? അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന. അശുദ്ധി എന്ന് പറയണം, ദുർവൃത്തി എന്ന് പറയണം ഒക്കെ സ്വകാര്യമായിട്ടുണ്ടാകുന്ന രതികളാണ്, സ്വകാര്യ രതികളാണ്. അപ്പം ദുർവൃത്തി ഉണ്ടാവും. പിന്നെ വിഗ്രഹാരാധന, ആഭിചാരം. മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടി, വൈരാഗ്യം ഉണ്ടാകണമെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടി ഓരോ കൂടുതലൊക്കെ ചെയ്യത്തില്ല, അതിനാണ് ആഭിചാരം. ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, വ്യക്തിമാത്സര്യം. അത് തന്നെ. ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം, ഇവയും ഈദൃശമായ മറ്റു പ്രവൃത്തികളുമാണ്. ഇത്രയും സംഭവങ്ങൾ ഉണ്ടാവും. ഇപ്പൊ മയക്കുമരുന്നൊക്കെ അടിപ്പെട്ടു പോകുന്ന ആൾക്കാരില്ലേ. ഇപ്പം ചെറിയ ഞെരുക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ഞെരുക്കങ്ങളെ വെച്ച് ചില ആൾക്കാർ മയക്കുമരുന്ന് കച്ചവടം തുടങ്ങും. അവർ തന്നെ ചിലപ്പോൾ കഞ്ചാവ് വലിച്ച് ഭാര്യ വഴക്കിട്ട് പോയെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് വെള്ളമടിച്ചുകൊണ്ടിരിക്കും. അപ്പം ഞെരുക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ ഞെരുക്കങ്ങളെ കൈകാര്യം ചെയ്യുന്ന വിധമുണ്ട്. ലോകരാജ്യത്തിലുള്ളവരും നരകരാജ്യത്തിലുള്ളവരും ഇപ്പം നമുക്ക് എന്താണ് അത് തിരിച്ചറിയണം. ഈ ആൾക്കാരെ തിരിച്ചറിയണം ഇങ്ങനെയാണ്. 6:33 മത്തായി. ശ്രുതികട ഹല്ലേലൂയ. 6:43. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മത്തായി 12:33. മത്തായി 12:33. ഒന്നുകിൽ വൃക്ഷം നല്ലത്, ഫലവും നല്ലത്, അല്ലെങ്കിൽ വൃക്ഷം ചീത്ത, ഫലവും ചീത്ത. എന്തെന്നാൽ ഫലത്തിൽ നിന്നാണ് വൃക്ഷത്തെ മനസ്സിലാക്കുന്നത്. മനസ്സിലാക്കുന്നത് വെച്ചാൽ തിരിച്ചറിയുന്നത്. ഫലത്തിൽ നിന്നാണ് വൃക്ഷത്തെ മനസ്സിലാക്കുന്നത്. ഇപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദൈവത്തിൻ്റെ ദൃശ്യനിധിയിലെ ഇപ്പം ഈശോ തന്നെ പറഞ്ഞിട്ടില്ലേ, നല്ല മുന്തിരിയിൽ നിന്ന് ഞെരിഞ്ഞിലോ. അട്ടേക്ക് ഇവിടെ ഇപ്പോൾ ശ്രുതികട ഹല്ലേലൂയ. ലൂക്ക 6:43-44. നല്ല വൃക്ഷം ചീത്ത ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നില്ല. ചീത്ത വൃക്ഷം നല്ല ഫലങ്ങളും. ഓരോ വൃക്ഷവും ഫലം കൊണ്ട് തിരിച്ചറിയപ്പെടുന്നു. അതായത് ഒരു വൃക്ഷത്തിൽ കുറച്ച് നല്ല ഫലങ്ങളും കുറച്ച് ചീത്ത ഫലങ്ങളും, അങ്ങനെ ഒരു സംഭവമില്ല. പക്ഷെ നമ്മൾ കണ്ടുവരുന്നത് അങ്ങനെയാണ്. മനുഷ്യന്മാർ നല്ലൊരു അവർ ഇന്ന് നല്ലതാണെങ്കിൽ നാളെ മോശം. രാവിലെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യും, ചിലരോട് നല്ല കാര്യം ചെയ്യും, ചിലരോട് മോശം കാര്യം ചെയ്യും. ഇങ്ങനെ പോണത്. ഈ സാധനത്തിനെ ദൈവം അക്സെപ്റ്റ് ചെയ്തില്ല. അതുകൊണ്ടാണ് പറയണത് ഇതൊരു ഡ്യൂപ്ലിസിറ്റിയാണ്. നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കാൻ പറ്റത്തില്ലെന്നാണ്. നിങ്ങളുടെ വാക്കുകൾ ഒന്നെങ്കിൽ അതേന്ന് പറയണം, അല്ലെങ്കിൽ അല്ലെന്ന് പറയണം. നടുക്കുള്ള ഡ്യൂപ്ലിസിറ്റി ദൈവം അംഗീകരിക്കണില്ല. ഇപ്പോൾ ഒരു ഞെരുക്കം ഉണ്ടാകുമ്പോൾ ഒരു മനുഷ്യൻ വെള്ളം അടിക്കാനും അതുപോലെ തന്നെ അശുദ്ധ പ്രവർത്തനങ്ങൾ തുടങ്ങുമ്പോൾ ദൈവം അതിനെങ്ങനെ കാണുന്നത്? ചീത്ത വൃക്ഷമായിട്ടാണ് കാണുന്നത്. എന്താ കാര്യം? ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ തിരിച്ചറിയുന്നതാണ്.
ഇപ്പം നമ്മളെ സംബന്ധിച്ചുള്ള ഓപ്ഷൻ എന്താണ്? നല്ല ഫലമായിരിക്കും, നല്ല ഫലം കായ്ക്കുന്ന നല്ല വൃക്ഷങ്ങളായിരിക്കാനേ പറ്റത്തുള്ളൂ. ഉടമ്പടി നല്ല ഫലം കായ്ക്കുന്ന നല്ല വൃക്ഷത്തിലേക്കുള്ള യാത്രയാണ്, വൃക്ഷമായി പരിണമിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ്. അത് ഓർത്തേക്കണം. ഉടമ്പടി IATS പാസ്സാകാനും വസ്തുവിക്കാനും അതല്ലേ ഉദ്ദേശിക്കുന്നത്. ആദ്യമായി 2ാം തവണയും ഈ അൾത്താരയിൽ കയറിയെന്ന് സാക്ഷ്യം പറയാനായിട്ട് സാധിച്ചതിന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയോടും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് ഗ്ലിസോ ജേക്കബ്, കളമശ്ശേരി സെൻറ്റ് ജോസഫ് ഇടവക അംഗമാണ്. ഞാനിവിടെ 2023 ജൂലൈയിൽ ഇവിടെ ഒരു സാക്ഷ്യം പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ ജർമ്മനിക്കാണ് പോയത്. ജർമ്മനിക്ക് പോകുമ്പോൾ എനിക്ക് വെറും 2 മോഡ്യൂൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എനിക്ക് ബാക്കി 2 മോഡ്യൂളും കൂടി എഴുതിയെടുക്കണമായിരുന്നു. അവിടെ ചെന്നതിന് ശേഷം എനിക്കൊരു ഹോസ്പിറ്റലിൽ ഭയങ്കര ഇൻറ്റീരിയർ സൈഡ് ആയതുകൊണ്ട് എനിക്ക് ഏകദേശം ഒരു കാർഡ് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റൽ കഴിഞ്ഞിട്ടും കാർഡ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇൻറ്റീരിയർ അവസ്ഥ നമ്മളിവിടെ നാട്ടിലൊന്നും കാർഡുകൾ ശരിക്കും കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷെ അവിടെ ചെന്നതിന് ശേഷം ഏകദേശം ഏത് ഷിഫ്റ്റ് എടുത്താലും എനിക്കൊരു ഒറ്റയ്ക്ക് പോകേണ്ട അവസ്ഥ. അതായത് അവിടെ ബസ്സുകളൊക്കെ കുറവാണ്. അപ്പോൾ ഒന്നല്ലെങ്കിൽ ഡെയിലി ഏതെങ്കിലും ഒരു ഷിഫ്റ്റ് എടുത്താൽ പോലും 3.5 കിലോമീറ്റർ ഞാൻ നടന്നിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ജൂലൈയിൽ ചെന്ന് 2 മാസത്തും കഴിയുമ്പോഴേക്കും അവിടെ തണുപ്പ് വരും. അപ്പോൾ തണുപ്പ് വരുമ്പോൾ മഞ്ഞ് പെയ്യുമ്പോഴൊക്കെ പാടാണ്. അപ്പോൾ ഞാൻ തുടക്കത്തിൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചിരുന്നു. അവിടെ ചെന്ന സമയത്ത് ജർമ്മൻസ് ഒന്നും നമ്മളോട് മിണ്ടത്തില്ല. ഇവരെന്താ പറയുന്നതെന്ന് എനിക്ക് പകുതിയും മനസ്സിലാകത്തില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് പരീക്ഷ എഴുതി വേറൊരു ഹോസ്പിറ്റലിലേക്ക് മാറണമെന്ന്. അത് മാത്രമല്ല, ഉടമ്പടി എടുത്തിട്ട് ഇവിടെ നിന്ന് പോയിട്ട് എനിക്ക് അവിടെ ചെന്നിട്ട് പള്ളിയുണ്ട്, പക്ഷെ അവിടെ കുർബാനകളൊക്കെ മാസത്തിൽ ചിലപ്പോൾ 1 തവണയോ 2 തവണയൊക്കെ കാണത്തുള്ളൂ. അത് ഇൻറ്റീരിയർ സൈഡ് ആയതുകൊണ്ട് അച്ഛന്മാർ വരുന്നത് കുറവാണ് അങ്ങോട്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എനിക്ക് കുർബാന കാണാനോ ഒന്നും എനിക്ക് പറ്റിയിരുന്നില്ല. അപ്പോൾ ഏകദേശം ഒരു 4 മാസത്തോളം ഞാൻ അവിടെ നിന്ന് അതിനുള്ളിൽ തന്നെ പരിശുദ്ധ അമ്മ, ഞാൻ ഡെയിലി ഈ നമ്മളുടെ ഞങ്ങൾ നഴ്സസ് ഡ്യൂട്ടി സ്റ്റേഷനിലേക്ക് പോകുമ്പം ഈ ഉപ്പിട്ടിട്ടാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഉപ്പിട്ട് പ്രാർത്ഥിക്കും എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ മാറാനുള്ളൊരു വഴി പരിശുദ്ധ അമ്മ ഒരുക്കി തരണമെന്ന്. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ എനിക്ക് എക്സാമിനുള്ള ഡേറ്റ് എത്രയും പെട്ടെന്ന് ഒരുക്കി തന്നു. ഈ എക്സാമിന് പോകുന്നതിന് മുൻപും ഞാൻ അവിടെ എക്സാം ഹാളിലിട്ട് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ പരിശുദ്ധ തൈലം നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചിട്ടാണ് എക്സാമിന് കയറിയതൊക്കെ. ഈ എക്സാമിന് പാസ്സായി അതിന് ശേഷമാണ് എനിക്ക് അവിടെ നിന്ന് ഉറുക്കുണ്ടേ എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് കിട്ടത്തുള്ളൂ. അതായത് അവിടുത്തെ രജിസ്റ്റേർഡ് നഴ്സായാൽ മാത്രമാണ് എനിക്ക് മാറാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഞാൻ ഇവിടെ നിന്ന് പോയ സമയത്ത് എൻ്റെ ഏജൻസി പറഞ്ഞിരുന്നു 2 കൊല്ലം അവിടെ നിൽക്കണം, ആ 2 കൊല്ലം നിന്നതിന് ശേഷം മാത്രമേ മാറാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഞാൻ ഹോസ്പിറ്റലുകാരായിട്ട് യാതൊരു കരാറും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പായിരുന്നു എനിക്ക് അവിടെ നിന്ന് മാറാൻ പറ്റും. ഇപ്പം ഈ 2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ മഞ്ഞ് വീഴ്ച തുടങ്ങി. ഞാൻ നടക്കുന്ന വഴിയൊക്കെ 2-3 പ്രാവശ്യം ഈ മഞ്ഞത്ത് വീഴാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് എക്സാമിൻ്റെ റിസൾട്ട് വന്ന് കഴിയുമ്പോൾ തന്നെ എനിക്ക് മാറാനുള്ളൊരു അവസരം മാതാവ് നൽകുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഡെയിലി ഞാൻ ഉപ്പിട്ട് തന്നെ ആയിരുന്നു, ആ ഉപ്പിലായിരുന്നു എൻ്റെ ആശ്രയം മൊത്തം. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇടയ്ക്ക് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സ്ഥലമാണ് കൊളോൺ എന്ന് പറഞ്ഞത്. ജർമ്മനിയിലുള്ളവർക്ക് അറിയാൻ പറ്റും, അത് അത്യാവശ്യം വലിയ സിറ്റിയാണ്. അപ്പോൾ അവിടെ ആ കൊളോൺ ഡോമിൻ്റെ അവിടെ ചെന്ന് ആ എൻട്രൻസിൻ്റെ അവിടെ ചെന്നപ്പോഴേക്കും മാതാവ് കൈ വിരിച്ച് നിൽക്കുന്ന ഒരു രൂപമുണ്ട്. അവിടെ ചെന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുള്ളൂ, എനിക്ക് അവിടെ കുമ്പസാരം നടക്കുന്നില്ല. ഞാൻ വർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് ഏകദേശം 4-5 മാസമായി ഞാൻ കുമ്പസാരിച്ചിട്ട്, അതുപോലെ കുർബാനയ്ക്കാണെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പം എനിക്ക് മാറ്റം കിട്ടുന്ന ഒരു സ്ഥലത്ത് എനിക്ക് മലയാളത്തിൽ കൺഫഷൻ ചെയ്യാൻ പറ്റണം, മാസത്തിൽ 1 തവണയെങ്കിലും. അതുപോലെ 1 തവണയെങ്കിലും കുർബാന മലയാളത്തിൽ കൂടാൻ പറ്റണം. ഇത് മാത്രമായിരുന്നു. പിന്നെ എൻ്റെ കാരുണ്യ പ്രവർത്തികളൊക്കെ അത്യാവശ്യം ഞാൻ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ നമുക്ക് അതിനുള്ള കൂടുതൽ സാഹചര്യങ്ങളൊന്നുമില്ല. പിന്നെയാണെങ്കിൽ ഞാൻ നാട്ടിലേക്ക് പൈസ അയച്ച് അങ്ങനെയായിരുന്നു ഓരോ കാര്യങ്ങൾ. പ്രവർത്തനമാണെങ്കിൽ ഞാൻ ഇവിടുന്ന് കുറച്ച് പത്രം മേടിച്ചു കൊണ്ടുപോയിട്ടാണ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഏകദേശം ഡിസംബർ ആയപ്പോഴേക്കും 2023 ഡിസംബർ ആയപ്പോഴേക്കും എനിക്ക് കൊളോൺ, ഞാൻ പ്രാർത്ഥിച്ച ഏത് പള്ളിയാണോ അതിൻ്റെ ചുറ്റളവിൽ ഏകദേശം ഒരു 20 മിനിറ്റ് യാത്രയേ ഉള്ളൂ എനിക്ക് കൊളോണിലേക്ക്. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് ഹോസ്പിറ്റലിലേക്ക് എല്ലാ കാര്യങ്ങളും റെഡിയായി. അവിടെ ചെന്ന സമയത്തും എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ട്. പുതിയ ഹോസ്പിറ്റലാണ്, എനിക്ക് ഭാഷയൊന്നും അറിയത്തില്ല. ഇവരെന്താ പറയുന്നത്, ഇംഗ്ലീഷുകാർക്കാണെങ്കിൽ അവർ നമ്മളോട് എന്തെങ്കിലും പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ അവർ പിന്നീട് നമ്മളോട് സംസാരിക്കത്തേ ഇല്ല. അപ്പോൾ എനിക്ക് ഈ ഡ്യൂട്ടി പരമായിട്ട് നമുക്കൊരു
ഏരിയയാണ് നമുക്ക് തരുന്നത്. ആ ഏരിയയിലുള്ള പേഷ്യൻസ് പറയുന്നത് നമുക്ക് മനസ്സിലാവണം. നമ്മൾ അവരോട് കമ്മ്യൂണിക്കേഷൻ നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ജർമ്മനിയിൽ നമുക്ക് ഭയങ്കര പാടാണ് ലാംഗ്വേജ്. ഞാൻ പഠിച്ചിട്ട് പോയി എന്ന് പറഞ്ഞാലും നമ്മൾ അവിടെ ചെല്ലുമ്പോൾ പകുതി കാര്യങ്ങൾ അവരെന്താ പറയുന്നതെന്ന് മനസ്സിലാകത്തില്ല. പുതിയ ഹോസ്പിറ്റലിൽ ചെന്നതിന് ശേഷവും ഞാൻ ഡെയിലി ഇപ്പോഴും ഞാനിപ്പോൾ 1 വർഷമായ പുതിയ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ആ ഹോസ്പിറ്റലിൽ ചെന്ന സമയത്ത് അവിടെ കൂടെയുള്ളവരൊന്നും എന്നോട് സംസാരിക്കത്തുമില്ല. ഞാൻ ഡെയിലി ഉപ്പിട്ട് പ്രാർത്ഥിക്കും. ഞാൻ ഇത്രേ പ്രാർത്ഥിച്ചിരുന്നുള്ളൂ. അവർ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവണം, ഞാൻ പറയുന്നത് എന്താണെന്ന് അവർക്ക് മനസ്സിലാവണം. അത് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചിരുന്നുള്ളൂ. കാരണം അത്ര നല്ല ഫ്ലുവൻ്റ് ഒന്നുമല്ല എൻ്റെ ജർമ്മൻ. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് എന്നും ഉപ്പിട്ട് പ്രാർത്ഥിച്ച് അവിടെ എനിക്ക് നിലനിൽക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പം വേറെ ഒന്നും, അതായത് കൂടുതലൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവിടെ നിലനിൽക്കാൻ പറ്റണം, അത് മാത്രമായിരുന്നു. അപ്പോൾ അവിടെ ആദ്യത്തെ 2 മാസം പ്രൊബേഷണറി പീരീഡ് ആയിരുന്നു. അതിനുശേഷം അവരെന്നെ RN ആയിട്ട് എടുത്തു. ഇതിലൊക്കെ എനിക്ക് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്കൊന്നും അറിയത്തില്ല ജർമ്മൻ. പക്ഷെ ഞാൻ കഴിഞ്ഞ് വന്ന ഏകദേശം, ഞാനിപ്പോൾ 1 വർഷമായി, ഞാൻ കഴിഞ്ഞ് വന്ന ഏകദേശം 6 പേര് അവിടെ റെസിഗ്നേഷൻ ഇട്ട് പോയി. കാരണം വേറൊന്നും അല്ല, അവിടെ നിൽക്കാൻ കുറച്ച് പാടാണ്. നമുക്ക് ലാംഗ്വേജ് ഇല്ലാതെ അവർക്ക് നമ്മളെ ഒരു ബോധ്യം വരണം, നമ്മളവിടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ആ ഒരു ബോധ്യം എനിക്ക് ഇന്നത് കിട്ടുന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധ അമ്മയുടെ ഒരൊറ്റ ഇതുകൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ ഇന്ന് ജോലി ചെയ്യുന്നത്. ഇതിനുള്ളിൽ തന്നെ ഞാൻ അവിടെ ഒരിക്കലും വീടൊന്നും വേണമെന്ന് ആഗ്രഹിച്ചതല്ല. നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും, പുറത്ത് നമ്മൾ ഇവിടെ നിന്ന് UK ഏത് കൺട്രി പോയാലും വീട് കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പം നമുക്കൊരു ഫാമിലി വിസയ്ക്ക് വീടിന് നമുക്ക് കിട്ടിയാൽ മാത്രമാണ് നമുക്ക് വിസയ്ക്ക് വെക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഞാൻ 2024 മെയ് മാസത്തിൽ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. എന്നും പ്രാർത്ഥനയുണ്ട് എൻ്റെ വീട് കിട്ടണം, വിസയ്ക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ വീട് കിട്ടണം. അപ്പോൾ മെയ് 1-ാം തീയതി തന്നെ, ഉണക്കമാസം 1-ാം തീയതി തന്നെ പരിശുദ്ധ അമ്മ, ഞാൻ വീട് കാണാൻ പോയതാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിരുന്നു, ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെ എനിക്ക് കിട്ടണം, എനിക്ക് അധികം ദൂരം നടക്കാനൊന്നും വയ്യ, കാരണം ഇതിന് മുൻപത്തെ അനുഭവങ്ങളുള്ളതുകൊണ്ട്. അങ്ങനെ ആ വീട് തന്നെ എനിക്ക്, ഞാൻ വീട് കാണാൻ ചെന്ന എനിക്ക് താക്കോലാണ് തന്നത്, ഇന്ന് മുതൽ എടുത്തോ എന്നുള്ള രീതിക്ക്. അങ്ങനെ പറഞ്ഞ് എനിക്ക് ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെയാണ് ഞാൻ താമസിക്കുന്നതൊക്കെ, വീടൊക്കെ കിട്ടി. അതിനുശേഷം ഫാമിലി, ഈ വർഷത്തിലുടനീളം പല അനുഭവങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരുപാടൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല ഇതിലെ കൂടെ. പക്ഷേ എങ്കിലും രോഗികളായിട്ടൊക്കെ ആണെങ്കിലും പലപ്പോഴും പ്രാർത്ഥിക്കാനും ഒക്കെ പറ്റിയിരുന്നു. പിന്നെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഞാൻ പറഞ്ഞു എനിക്ക് കൺഫെഷൻ്റെ കാര്യം. അപ്പോൾ എൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു OCD അച്ഛന്മാരുടെ ഒരു ആശ്രമമുണ്ട്. അവിടെ 7 അച്ഛന്മാരുണ്ട്. അപ്പം എനിക്കെപ്പം അവരായിട്ടൊക്കെ ഞാനിപ്പോൾ നല്ല കമ്പനിയിലാണ്. വേറൊന്നും കൊണ്ടല്ല, നമുക്ക് അവിടെ കൺഫെഷനൊക്കെ ആണെങ്കിൽ ഇവരെ വിളിച്ച് പറഞ്ഞ് ഇവരുടെ സൗകര്യം നോക്കി നമുക്ക് പോയി കൺഫെഷനൊക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കൊളോണിൽ പ്രെയറൊക്കെ നമ്മൾ മാസത്തിൽ 1 തവണയാണ് മലയാളത്തിലുള്ളൂ. അതിനൊക്കെ പോയി അറ്റൻഡ് ചെയ്യാനൊക്കെ ആയിട്ട് പരിശുദ്ധ അമ്മ എന്നെ അനുഗ്രഹിച്ചു. അങ്ങനെ ഇവിടെ വന്ന് എനിക്ക് 2-ാം തവണയും സാക്ഷ്യം പറയാൻ പറ്റുന്നത് തന്നെ ഞാൻ വിചാരിച്ചതല്ല. കാരണം എൻ്റെ ഈ ചെറിയ സാക്ഷ്യങ്ങളൊക്കെ ഇവിടെ എല്ലാവരും പറയുന്ന സാക്ഷ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ എൻ്റെ ചെറിയൊരു സാക്ഷിയാണ്. പക്ഷേ എങ്കിലും എന്നെ ഇത്ര അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ ഫാമിലി വിസയ്ക്ക് ഞാൻ അവിടെ നിന്ന് 3 മാസമേ വെച്ചിട്ടൊരു അറിവുമില്ലായിരുന്നു. ഞാൻ ഇവിടെ നാട്ടിൽ വരുന്നേക്കാൾ മുൻപ് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു, ഞാൻ നാട്ടിൽ എന്ന് വരുന്നോ വരുന്ന അന്ന് തന്നെ ഇവിടെ വന്ന് ഞാൻ ഈ 1.5 വർഷമായിട്ടുള്ള പത്രം കൊടുക്കാതിരുന്നിട്ടുണ്ട്. അതായത് അവിടെ ആയത് കാരണം. ഇപ്പം ഇവിടെ വന്നിട്ട് നാട്ടിൽ വെച്ച് ചെയ്യുന്ന ആദ്യത്തെ അതായിരിക്കും എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് വന്നത്. അതുപോലെ തന്നെ ഞാൻ 28-ാം തീയതി ഫെബ്രുവരി വന്നു. 2-ാം തീയതി ഇവിടെ വന്ന് ഏകദേശം പാത്രങ്ങളൊക്കെ വാങ്ങിച്ചു. ഞാൻ വേളാങ്കണ്ണിയിലൊക്കെ പോയി അവിടെ നിന്ന് തിരിച്ച് വന്നു, പത്രങ്ങളൊക്കെ കൊടുക്കേണ്ടതെല്ലാം കൊടുത്തു. ഇവിടെ നിന്ന് ഇപ്പം ഞാൻ ജർമ്മൻ പത്രമായിട്ട് ഞാൻ ഈ ഞായറാഴ്ച പോവുകയാണ്. എൻ്റെ ഫാമിലി വിസയൊക്കെ റെഡി ആയത് ഇവിടെ വന്ന് ഈ പത്രം കൊടുക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ നിന്ന് മമ്മി വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ മെയിൽ വന്നിട്ടുണ്ട്, ഇതാണ് റിലീസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു നമ്മളുടെ വിസയുടെ. അപ്പം നെക്സ്റ്റ് ഡേ തന്നെ അത് കിട്ടുകയും പിന്നെ അതുകൂടാതെ ഞാൻ നാട്ടിൽ വന്നിട്ട് സ്ഥലമൊന്നും ഞാൻ നോക്കാനുള്ളൊരു പ്ലാനൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പം എനിക്ക് തോന്നിയൊരു നോക്കാം, നമ്മൾ വീടിൻ്റെ അടുത്തൊരു സ്ഥലം കണ്ടുവച്ചു. പാരൻസ് ഓൾറെഡി കണ്ടുവച്ചു, പക്ഷെ നമുക്കത് കിട്ടണമെന്നൊന്നുമില്ല. എന്നാൽ ലോണിന് അപ്ലൈ ചെയ്യാൻ ചെല്ലുമ്പം ഇവിടെ ആരൊക്കെ ലോണിന് അപ്ലൈ ചെയ്യുന്നുണ്ടോ അതുപോലെ തന്നെ എനിക്ക് നല്ല പാടായിരുന്നു. 1.5 വർഷം കൊണ്ട് എനിക്ക് ഒരിക്കലും ഒരു ലോണൊന്നും ജർമ്മനിയിലാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, NRIക്ക് ലോൺ കൊടുക്കുന്നില്ലെന്നൊക്കെ അവർ പറയുന്നത്. പക്ഷേ എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് ഞാൻ വേറൊരു ബാങ്കിൽ ചെന്നപ്പം എൻ്റെ മമ്മിയോട് അവിടുത്തെ മാനേജറിന് നല്ല പരിചയമുള്ളതായതുകൊണ്ട് പുള്ളിക്കാരി പറഞ്ഞു, ഇവിടെ നിന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾ ലോൺ എടുക്കാത്തതെന്ന് ചോദിച്ചു. നമ്മൾ ഒരുപാട് തവണ പല സ്ഥലങ്ങളിലും പോയി, പക്ഷേ ഇത്രയും ദിവസങ്ങൾക്കുള്ളിൽ എനിക്കൊന്നും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസ് ഒരു ബാങ്കിൽ നിന്നും വന്നില്ല. പക്ഷേ ഈ കഴിഞ്ഞ ശനിയാഴ്ച അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങോട്ട് വന്ന് ഇവിടെ നിന്ന് ലോൺ തരാമെന്ന്. അങ്ങനെ ലോണിൻ്റെ എല്ലാ കാര്യങ്ങളും, അതായത് ഒരു സ്ഥലം മേടിക്കുമെന്നോ ഒരിക്കലും 1 ലക്ഷക്കണക്കിനുള്ള ഇതൊന്നും എൻ്റെ മനസ്സിലില്ല. പക്ഷേ എങ്കിലും ആ ഒരു ഇത് ഏകദേശം നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒതുക്കി വെച്ച് പവർ ഓഫ് അറ്റോർണി ഇപ്പം മദറിൻ്റെ പേരിലേക്ക് ആക്കിയിട്ട് പോകുന്ന തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ച് തന്നു. അങ്ങനെ ഇത്രയും ചെയ്തു തന്ന പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് 1000 നന്ദി.
നന്ദി. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ അവിടെ ആയിരിക്കുന്ന സമയത്ത് നാട്ടിലേക്ക് ഇങ്ങനെ ഓൾഡ് ഏജ് ഹോമിൽ പൈസയ്ക്ക് അങ്ങനെയായിട്ട് കൊടുക്കുമായിരുന്നു. പിന്നെ പത്രപ്രവർത്തനം ഞാൻ ഇവിടെ നിന്ന് ജർമ്മൻ പത്രം വാങ്ങിച്ച് അവിടെ കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. ഇപ്പോഴും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കൊണ്ടുപോയി അവിടെ കൊടുക്കാനായിട്ടുള്ളത്. ഞാൻ ആദ്യമൊന്നും അത്ര കൺഫെഷൻ അത്ര പ്രാധാന്യമൊന്നും കൊടുത്തില്ലായിരുന്നു. ഇപ്പം ഒരുപാട് കൺഫെഷൻ നടത്തിയിട്ട്, അതായത് കൺഫെഷന് വേണ്ടി മാത്രമാണ് പല കാര്യങ്ങളിലും ഞാൻ മാതാവിനോട് എൻ്റെ ആ സ്ഥലം തന്നെ ചേഞ്ച് ചെയ്യാനായിട്ട് ചോദിച്ചത്. കാരണം എനിക്ക് അതിൻ്റെ കാര്യത്തിൽ ഏകദേശം 5 മാസത്തോളം യാതൊന്നും നടക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പം അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ എനിക്ക് കൺഫെഷനുള്ള കാര്യങ്ങളും, അതുപോലെ ഓൺലൈൻ കുർബാനയാണ് ഞാൻ കാണുന്നത്. കാരണം നമുക്ക് അവിടെ ഡെയിലി കുർബാനകളൊന്നും ഇല്ല, സൺഡേ മാത്രമേ ഉള്ളൂ. സൺഡേ ചിലപ്പോൾ നമുക്ക് ഡ്യൂട്ടി ആണെങ്കിൽ പോകാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ഓൺലൈൻ കുർബാനകളിലായിരുന്നു കൂടുതലും കണ്ടുകൊണ്ടിരുന്നത്. ഇത്രയും ചെയ്തു തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് സുചിത്ര. ഞാൻ കരുനാഗപ്പള്ളിയിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത് ഓഗസ്റ്റ് 7-ാം തീയതിയാണ് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ കാരണം തന്നെ നിൽക്കുന്ന എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. എൻ്റെ അമ്മ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരാളായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം എൻ്റെ അമ്മയ്ക്ക് അതിശക്തമായ തലവേദന ഉണ്ടായി. തലവേദന എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ കൊണ്ട് ഇഞ്ചക്ഷൻ എടുത്തിട്ടൊന്നും ശരിയാവുന്നില്ല, മാറുന്നില്ല. ഞങ്ങളങ്ങനെ പുഷ്പഗിരി കൊണ്ടുപോയി CT സ്കാൻ എടുത്തപ്പോഴാണ് ചെറിയ രീതിയിലുള്ള ഒരു ബ്ലീഡിങ് ഉണ്ടെന്ന് കാണിച്ചത്. അങ്ങനെ അവിടെ എങ്ങും NICU ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഉടനെ തന്നെ അമ്മയെ ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റലിൽ എത്തിക്കുകയായിരുന്നു. അവിടെ എത്തിച്ച് സ്കാനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് സർജറി വേണമെന്ന് അവർ ആവശ്യപ്പെട്ടു. സർജറിക്ക് കയറ്റുന്നതിന് ഒരു 1 അവറിന് മുന്നേ തന്നെ അമ്മയ്ക്ക് വീണ്ടും സിവിയർ ആയിട്ടുള്ളൊരു ബ്ലീഡിങ് വീണ്ടും ഉണ്ടായി. അത് സ്ട്രോക്കിലേക്ക് വഴി നയിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മയെ കിട്ടുന്നില്ല എന്നൊരവസ്ഥയായി. ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഇരുന്ന് ഞാനും എൻ്റെ ചേച്ചിയും വലിയവായി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് സുമിത എന്നൊരു ചേച്ചി ഞങ്ങളുടെ അടുത്തേക്ക് വരികയും മാതാവിൻ്റെ ഒരു കാശ് രൂപ ഞങ്ങളുടെ കയ്യിൽ വെച്ച് തന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളിത് വെച്ച് പ്രാർത്ഥിക്കൂ, നിങ്ങളുടെ അമ്മയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാകില്ലെന്ന്. എൻ്റെ പേഴ്സണലി എനിക്ക് കൃപാസനത്തെക്കുറിച്ച് അന്ന് അറിയില്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ പിന്നെ ഓൺലൈനായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 2 ദിവസം ഞങ്ങൾ പ്രാർത്ഥിച്ച് ഞങ്ങളുടെ അമ്മയിൽ ഒരു നേരിയ വ്യത്യാസം ഞങ്ങൾ കണ്ടു. പിറ്റേ ദിവസം തന്നെ ഞങ്ങളുടെ അച്ഛൻ്റെ അനുവാദം വാങ്ങി ഞങ്ങൾ 2 പേരും ഇവിടെ എത്തുകയാണ് ഉണ്ടായത്. നമുക്ക് ആദ്യം കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വന്ന ദിവസം ഞങ്ങൾക്ക് ഉടമ്പടി എടുക്കാൻ സാധിച്ചില്ല. ഞങ്ങൾ വളരെ വിഷമത്തോടെയാണ് മാതാവിനോട് പ്രാർത്ഥിച്ച് ഞങ്ങൾ വളരെ വിഷമത്തോടെ ഞങ്ങൾ തിരിച്ചെത്തി. അപ്പോൾ അമ്മയുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഓർമ്മശക്തി ഇല്ല, അച്ഛനെ അറിയില്ല, മക്കളായ ഞങ്ങൾ 3 പേരാണ് മക്കൾ, മക്കളെ അറിയില്ല, പേരറിയില്ല, ഒന്നും അറിയില്ല. അങ്ങനെ ഒരു കണ്ടീഷനിലേക്ക് അമ്മ മാറിയായിരുന്നു. അങ്ങനെ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ അറിയുന്നത് അമ്മ ചെറിയ രീതിയിൽ അച്ഛനെ മനസ്സിലാക്കിയെന്നുള്ളതാണ്. നമുക്ക് ഒരുപാട് സന്തോഷം തോന്നി. പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ രാവിലെ ഞങ്ങൾ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾ തിരിച്ച് ഇവിടെ എത്തി ഞങ്ങൾ ഉടമ്പടി എടുത്ത് നമ്മൾ മാതാവിനോട് പ്രാർത്ഥിച്ച് ഞങ്ങൾ ഹോസ്പിറ്റലിൽ വീണ്ടും എത്തിയപ്പോഴും നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഡോക്ടേഴ്സ് നമ്മളോട് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ഡിസ്ചാർജായി വീട്ടിലെത്തി നമ്മൾ നന്നായി പ്രാർത്ഥിക്കുന്നുണ്ട്, മാതാവിനോട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. എന്നിരുന്നാൽ പോലും അമ്മയ്ക്ക് വീണ്ടും ദേഹമൊക്കെ തടിച്ച് അങ്ങനെ സീരിയസ് ആയി. നമ്മൾ വീണ്ടും ഹോസ്പിറ്റലിൽ പോയി നമ്മൾ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഞങ്ങൾ തിരിച്ചിവിടെ വന്നു, മാതാവിനോട് കരഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി നമ്മൾ തിരിച്ച് ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴും വീണ്ടും നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടത്. അപ്പോൾ നമ്മുടെ അമ്മയുടെ വലതുഭാഗം പൂർണ്ണമായും തളർന്നിരുന്നു. ഞങ്ങൾ അതിൻ്റെ അടുത്ത മാസം ഫിസിയോതെറാപ്പി അവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അമ്മ നടക്കുന്നില്ല, കാലനങ്ങുന്നില്ല, കൈ അനങ്ങുന്നില്ല. ഞങ്ങൾ ദിവസേന ഇരുന്ന് കരച്ചില്ല. മാതാവല്ലാതെ വേറെ ഒരാശ്രയവും ഞങ്ങൾക്കില്ലായിരുന്നു. ഞങ്ങൾ പിറ്റേ മാസം ഞങ്ങൾ ഇവിടെ വന്ന് ഞങ്ങൾക്ക് എനിക്ക് പറയേണ്ടത് എന്താണെന്നറിയില്ല. ഞങ്ങളിവിടെ പ്രാർത്ഥിച്ച് ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഞങ്ങളുടെ അമ്മയെ 2 പേര് താങ്ങിയിട്ടാണെങ്കിൽ കൂടും ഞങ്ങളുടെ അമ്മ കാലെടുത്ത് നടന്നു വരുന്നതാണ് ഞങ്ങൾ കാണുന്നത്. അത് ഞങ്ങൾ പ്രായം വളരെ കുറവാണ്. ഞങ്ങളുടെ അമ്മ ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഞങ്ങളുടെ അമ്മ ഇന്നത്തെ ഈ അമ്മയാക്കി മാതാവ് ഞങ്ങൾക്ക് തന്നു. നമുക്കതിൽ വലിയൊരു അനുഗ്രഹം ഞങ്ങൾക്ക് കിട്ടാനില്ല. അതുപോലെ തന്നെ നമ്മൾ എന്നും വൈകുന്നേരം പ്രാർത്ഥിക്കാൻ നേരവും രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പോഴും നമ്മൾ അമ്മയ്ക്ക് ഓർമ്മ അധികം ഇല്ലെങ്കിൽ കൂടിയും അമ്മയെ കൊണ്ട് നമ്മൾ ചെല്ലിക്കുകയും ഇവിടെ നിന്ന് കിട്ടിയ തൈലം അമ്മയുടെ വലത് കാലിലും കയ്യിലും ഞങ്ങൾ 2 പേരും മാറി അമ്മയ്ക്ക് പൂശുകയും ചെയ്യുമായിരുന്നു. അതുപോലെ അമ്മയ്ക്ക് കഞ്ഞി കൊടുക്കുമ്പോൾ അതിനകത്ത് ഉപ്പിട്ട് ഞങ്ങൾ കഞ്ഞി അമ്മയ്ക്ക് കൊടുക്കുമായിരുന്നു, നാക്കേ വെച്ച് കൊടുക്കുമായിരുന്നു. പിന്നെയാണ് ഞങ്ങളുടെ അമ്മ നല്ല രീതിയിൽ നാക്കൊന്നും വഴങ്ങത്തില്ലായിരുന്നു. പിന്നെ നല്ല രീതിയിൽ വർത്താനം പറയാൻ തുടങ്ങി. ഞങ്ങളുടെ അമ്മ ഞങ്ങളുടെ പേരൊന്നും അറിയത്തേ ഇല്ലായിരുന്നു. ഞങ്ങളുടെ പേരുകൾ പറയാൻ തുടങ്ങി. ഞങ്ങളുടെ ഹസ്ബൻഡ്സിൻ്റെ പേരുകൾ, ഞങ്ങളുടെ അമ്മയുടെ കൊച്ചുമക്കളെ തിരിച്ചറിയാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങളുടെ അമ്മ ഇന്ന്
ഇവിടെ ഈ അവസ്ഥയിൽ ഞങ്ങൾക്ക് നിൽക്കുന്നതിൽ ഒരേ ഒരു കാരണം ഞങ്ങളുടെ മാതാവ് മാത്രമാണ്. ഞങ്ങൾ പ്രത്യക്ഷീകരണ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് എല്ലാ പ്രാവശ്യം വരുമ്പോഴും ഞങ്ങൾ പത്രങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകും. പത്രം വാങ്ങിച്ചിട്ട് പോയി ഞങ്ങൾ ഹോസ്പിറ്റലിൽ എല്ലാവർക്കും കൊടുക്കും. അന്ന് ഞങ്ങൾക്ക് പുറത്തൊന്നും പോകാൻ പറ്റില്ലായിരുന്നു. ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ മാത്രമായിരുന്നു ഞങ്ങൾ 2 മാസത്തോളം. പിന്നെ ഞങ്ങൾ അച്ഛൻ്റെ സുവിശേഷ പ്രാർത്ഥനകളും അച്ഛൻ്റെ ധ്യാനങ്ങളെല്ലാം ഞങ്ങൾ ഓൺലൈനിൽ കൂടി ഞങ്ങളും കേൾക്കുകയും അമ്മയെ അത് നിരന്തരം നമ്മൾ കേൾപ്പിക്കുകയും ചെയ്യും. സാക്ഷ്യങ്ങളെല്ലാം നമ്മൾ ഓരോ സാക്ഷ്യങ്ങൾ കാണുമ്പോഴും നമ്മുടെ ആത്മവിശ്വാസം നമുക്ക് കൂടുക. മാതാവ് നമ്മുടെ കൂടെ എന്നും കാണും. നമുക്കും ഇങ്ങനെ ഇവിടെ കയറി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ മാതാവ് നമുക്ക് തീർച്ചയായും തരുമെന്നുള്ള ആത്മവിശ്വാസത്തോടാണ് ഞങ്ങൾ ഇത്രയും ദിവസം മാതാവിനെ പ്രാർത്ഥിച്ചതും. എന്നിട്ട് ഞങ്ങൾ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഞങ്ങളുടെ അമ്മയെ ഞങ്ങൾക്ക് നടത്തുന്ന ആ ഒരു സിറ്റുവേഷനാക്കി ഞങ്ങൾക്ക് തരണേന്ന്. ഞങ്ങൾക്ക് മാതാവ് ഞങ്ങളുടെ അമ്മയെ അതുപോലെ തന്ന് ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങളുടെ അമ്മയെ കൊണ്ട് സംസാരിപ്പിക്കുമെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. ഇപ്പം ഞങ്ങളുടെ അമ്മ അത്യാവശ്യം നല്ല രീതിയിൽ നടക്കുകയും വീട്ടിൽ ഓരോരോ ജോലികളൊക്കെ ചെയ്യുകയും പിന്നെ നമ്മളോട് എല്ലാ കാര്യങ്ങളും പഴയതുപോലെ സംസാരിക്കുകയും ചെയ്യും. ഇനിയും ഞങ്ങളുടെ അമ്മയെ മാതാവ് ഇതുപോലെ തന്നെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തിയെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ പല പല കാര്യങ്ങളിലും മാതാവിനോട് നമ്മൾ വരുന്ന അമ്മയുടെ കൂട്ടത്തിൽ തന്നെ നമ്മൾ പറയുമായിരുന്നു. എൻ്റെ വീട് പണിയുടെ കാര്യങ്ങൾ എങ്ങനെ അത് പൂർത്തിയായെന്ന് കൂടി എനിക്കറിയില്ല. എൻ്റെ മാതാവിൻ്റെ ഒരാളുടെ കൃപ കൊണ്ട് മാത്രമാണ് എനിക്കിന്ന് എൻ്റെ ആ പുതിയ വീട്ടിൽ എനിക്ക് താമസിക്കാൻ കഴിയുന്നത്. അതുപോലെ എൻ്റെ കടബാധ്യതകളായാലും എനിക്ക് വേറെ നിവൃത്തിയൊന്നുമില്ലായിരുന്നു. പക്ഷേ ഞാൻ മാതാവിനോട് എന്നും കരഞ്ഞ് പ്രാർത്ഥിക്കും, മാതാവേ എനിക്ക് സാധിച്ചു തരണേന്നും. അത് മാതാവ് കേട്ടു. അതുപോലെ എനിക്ക് ഒരു 3 ലക്ഷം രൂപയുടെ കടം ഉണ്ടായിരുന്നു. അത് എങ്ങനെ തീർക്കുമെന്നുള്ളതിലും എനിക്ക് ഒരു ധാരണയില്ല. അങ്ങനെ അപ്പോൾ ഞങ്ങൾക്കൊരു പോളിസി ഉണ്ടായിരുന്നു. പക്ഷേ പോളിസിക്കകത്ത് എനിക്കൊരു 1.96 മാത്രമേ എനിക്ക് കിട്ടുള്ളായിരുന്നു. ഞാൻ മാതാവേ അതിൻ്റെ ബോണസ് എങ്ങനെയെങ്കിലും അപ്പോൾ അവർ പറഞ്ഞ് ഒരിക്കലും ഒരു 2.15 കിട്ടില്ലെന്ന് പറഞ്ഞതാണ്. ഞാൻ എന്നും മാതാവേ എനിക്ക് എൻ്റെ കടം തീർക്കാനുള്ള പൈസ മാതാവ് എനിക്ക് തന്നേ പറ്റൂ. പക്ഷേ എന്തോ അവർ ഓവർ ഇൻട്രസ്റ്റും അതിൻ്റെ എക്സ്ട്രാ ഇൻട്രസ്റ്റ് എല്ലാം കൂടെ കൂട്ടി എനിക്ക് എൻ്റെ കടം തീർക്കാനുള്ള എല്ലാ ക്യാഷും മാതാവ് തന്ന് എനിക്ക് ആ കടത്തിൽ നിന്ന് ഞാൻ മോചിതയായി. അതിന് ഞാൻ എൻ്റെ മാതാവിനോട് മാത്രമാണ് കടപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ ചേച്ചിയുടെ മോൾക്ക് പെട്ടെന്ന് നെഞ്ചിനൊരു മുഴയുണ്ടായി. ഞങ്ങളെല്ലാം വളരെ പേടിച്ചു പോയി. അവൾ ഓടി, എനിക്ക് ജോലിക്ക് കൊണ്ടുവന്ന് എനിക്ക് വരാൻ സാധിച്ചില്ല. അവൾ ഓടി ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അത് സർജറി കഴിഞ്ഞു. ബയോപ്സിക്ക് അയക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വളരെ പേടിച്ചു പോയി. പക്ഷേ അപ്പോഴും ഞങ്ങൾ മാതാവിനെ മാത്രം കൂട്ടുപിടിച്ച് ഞങ്ങൾ മുന്നോട്ട് പോയി. മാതാവ് ഞങ്ങൾക്കത് സാധിച്ചു തന്നു. ഒരു കുഞ്ഞിന് ഒരു കുഴപ്പമില്ല. ബയോപ്സി റിപ്പോർട്ട് വന്നപ്പോഴും കുഴപ്പമൊന്നുമില്ല. മിടുക്കിയായിട്ട് ഇപ്പോൾ എക്സാമിന് പോയിരിക്കുകയാണ്. ഞങ്ങൾക്ക് മാതാവ് അതുപോലെ തന്നെ നമ്മൾ വിശ്വസിച്ച് നമ്മൾ മാതാവെ പ്രാർത്ഥിച്ചാൽ നമുക്ക് മാതാവ് എല്ലാ കാര്യങ്ങളും സാധിച്ചു തരും. ഞങ്ങൾ പാവങ്ങൾക്ക് ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഞങ്ങൾ അസുഖബാധിതരായിട്ടുള്ളവരെ കാണാൻ പോവുകയും അവർക്ക് നമ്മളാൽ കഴിയുന്ന രീതിയിൽ സാമ്പത്തിക സഹായങ്ങൾ ചെയ്യുകയും ചെയ്യും. അതുപോലെ പാവങ്ങൾക്ക് ആഹാരങ്ങൾ ഹോസ്പിറ്റലുകളിൽ ആഹാര വിതരണം ചെയ്യുകയും എല്ലാം ഞങ്ങൾ ചെയ്യും. അതിനുള്ള പ്രത്യക്ഷീകരണ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ ഭാഗമായിട്ടുണ്ട്. മാതാവിനും ഈശോമിശിഹായ്ക്കും നന്ദി പറയുന്നു. എൻ്റെ അമ്മയ്ക്കൊന്ന് പറയാനുണ്ട്. എൻ്റെ മാതാവ് എന്നെ രക്ഷിച്ചു, അത്രേ എനിക്ക് പറയാനുള്ളൂ.